മാന്യ സദസ്സിന് എൻ്റെ വിനീതമായ കൂപ്പുകൈ. ഞാൻ അവതരിപ്പിക്കുന്ന കഥ വൈഷ്ണവി. അവളെ നിങ്ങൾക്കറിയില്ലേ? മാധ്യമങ്ങൾ വാതോരാതെ വാനോളം ഉയർത്തിയ വിദ്യാർത്ഥിനി. എൻട്രൻസിന് സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന മാർക്ക് നേടി അവൾക്ക് ഗ്രാമപഞ്ചായത്ത് സ്നേഹനിർഭരമായ സ്വീകരണം നൽകുകയാണ്. ആയിരങ്ങൾ ആനന്ദത്താൽ ആർപ്പുവിളിക്കുന്നു, അലകടലാഴി ഇളകി ഒഴുകി വരുന്നു. മുത്തുകുട കീഴിലതാ മുത്തുപോലൊരു പെൺകൊടി, മുത്തുകുട കീഴിലതാ മുത്തുപോലൊരു പെൺകൊടി, മന്ദസ്മിതം തൂകി വരും ചന്ദ്രലേഖ പോൽ. ആ സ്വീകരണാഘോഷത്തിലേക്ക് അതാ കടന്നു വരുന്നു. ആയിരങ്ങൾ ആനന്ദത്താൽ ആർപ്പുവിളിക്കുന്നു, അലകടലാഴി ഇളകി ഒഴുകി വരുന്നു. അവളുടെ കഴുത്തിൽ നിറയെ പൂമാലകൾ. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാം അവളുടെ പിന്നിൽ അണിനിരന്നിട്ടുണ്ട്. 4 പേർ കൂടിയാൽ സെന്റ് മേരീസിന്റെ ബാൻഡ് വേണമെന്ന് നിർബന്ധം. ദാ വരുന്നു. രക്തസാക്ഷി മണ്ഡപത്തിന് മുമ്പിൽ കെട്ടി ഉയർത്തിയ മനോഹരമായ പന്തലിൽ സമ്മേളനം ആരംഭിച്ചു കഴിഞ്ഞു. വേദി വിശിഷ്ടാതിഥികളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരുന്നു. മുത്തുകുട കീഴിലതാ മുത്തുപോലൊരു പെൺകൊടി, മുത്തുകുട കീഴിലതാ മുത്തുപോലൊരു പെൺകൊടി, മന്ദസ്മിതം തൂകി വരും ചന്ദ്രലേഖ പോൽ. വേദിയിൽ ആശംസകളുടെ, അഭിനന്ദനങ്ങളുടെ മധുമാരി പെയ്തിറങ്ങുകയാണ്. വൈഷ്ണവിയെക്കുറിച്ച് എഴുതിയ ഒരു ഗാനം ആലപിക്കപ്പെട്ടു. ദുഃഖങ്ങളോടും ദുരിതങ്ങളോടും പൊരുതി ജയിച്ചവൾ വൈഷ്ണവി, കണ്ണീർ തുള്ളിയിൽ തൂലിക മുക്കി വിജയത്തിൻ ഗീതം രചിച്ചവൾ വൈഷ്ണവി. അച്ഛന്റെ മരണശേഷം ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും മുമ്പിൽ തളരാതെ ഇറ്റിറ്റു വീഴുന്ന കണ്ണീർ തുള്ളിയിൽ തൂലിക മുക്കി ഉന്നത വിജയത്തിന്റെ ഇതിഹാസം എഴുതിയ സുവർണതാരം വൈഷ്ണവി. ഈ സമയം ആനന്ദത്തിന്റെ കണ്ണുനീർ ആരും കാണാതെ തുടച്ചുകൊണ്ട് വേദിക്കരികിൽ നിൽക്കുന്നു വൈദേഹി, വൈഷ്ണവിയുടെ അമ്മ. വേദിയിൽ സാന്ദ്രമായ പശ്ചാത്തല സംഗീതം ഉയർന്നു കഴിഞ്ഞു. വൈഷ്ണവിയുടെ സഹപാഠികൾ പാടുകയാണ്. മംഗളങ്ങൾ, ഭാവുകങ്ങൾ, സ്നേഹഗീതങ്ങൾ, വിജയതിലകം ചൂടി നിൽക്കും കനകതാരമേ. അതാ വേദിക്കരികിലായി ഒരു പറ്റം ചെറുപ്പക്കാർ നൃത്തം ആരംഭിച്ചു കഴിഞ്ഞു. നീ കാണും സ്വപ്നങ്ങൾ പൂവണിഞ്ഞിടും, നീ കോർത്ത മാല്യങ്ങൾ നിറം പകർന്നിടും. മംഗളങ്ങൾ, ഭാവുകങ്ങൾ, സ്നേഹഗീതങ്ങൾ, കനകതാരമേ നിനക്ക് അഭിവാദനം, അഭിവാദനം. വൈഷ്ണവിയുടെ മറുപടി പ്രസംഗത്തിനായി ജനം കാതോർത്തിരിക്കുകയാണ്. ആദരണീയനായ പഞ്ചായത്ത് പ്രസിഡന്റ് സാർ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഈ സ്നേഹത്തിന്, ഈ സ്വീകരണത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഉള്ളിൽ നന്ദിയുടെ 1000 മൺചിരാതുകൾ എനിക്ക് ജീവനുള്ളോടത്തോളം കാലം കത്തി നിൽക്കും. വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി വൈഷ്ണവി സ്വസ്ഥാനത്തേക്ക് മടങ്ങി. സദസ്സിൽ ഹർഷാരവം മുഴങ്ങുകയാണ്. ഒപ്പം ആ ഗാനത്തിന്റെ ഈരടികളും. മംഗളങ്ങൾ, ഭാവുകങ്ങൾ, സ്നേഹഗീതങ്ങൾ, കനകതാരമേ നിനക്ക് അഭിവാദനം, അഭിവാദനം. ആഴ്ചകൾ കടന്നുപോയി. എടി കൊച്ചേ, ഒരു എഴുത്ത് വന്നിട്ടുണ്ട്, നീ ഇതെന്നതാ നോക്കിയടി. അമ്മേ, ഇത് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാ. ആ ബാങ്കുകാർ പൈസ തരുമോ? 80,000 രൂപ ഫീസ് അടയ്ക്കാനുണ്ട്. ഹോസ്റ്റൽ ജീവിതമൊക്കെ ഭയങ്കര ചെലവാ. എൻട്രൻസിനാണെങ്കിൽ ബാക്കി 25,000 കൊടുക്കാനുമുണ്ട്. നമ്മൾ എവിടുന്നെടുത്ത് കൊടുക്കാനാമേ? പഠിക്കണ്ടെന്ന് വെക്കാം. പിറ്റേന്ന് വൈദേഹി തന്റെ മകളെയും കൂട്ടി ലിബറൽ ബാങ്ക് മാനേജറുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുകയാണ്.
സാറേ, വേറെ ഒരു വഴിയില്ലാഞ്ഞിട്ടാ. ഞങ്ങളെ എങ്ങനെയെങ്കിലും സഹായിക്കണം. നാട്ടുകാർക്ക് മുഴുവൻ സേവനം ചെയ്യാൻ ഇതെന്താ ചാരിറ്റബിൾ സൊസൈറ്റി ആണോ? ഒന്നുകിൽ വസ്തു ഈട് തരണം, അല്ലെങ്കിൽ സ്വർണം പണയം തരണം. ഇതൊന്നുമില്ലാതെ കാലത്തും വൈകിട്ടും വന്ന് കാശിതാ എന്ന് പറഞ്ഞാ മതിയോ? സാറേ, ഈട് കൂടാതെ വിദ്യാഭ്യാസ ലോൺ കൊടുക്കുമെന്നാണല്ലോ കേട്ടത്. ഓ, അറിഞ്ഞല്ലേ? എങ്കിലേ ആ പറഞ്ഞവരോട് ചെന്ന് ചോദിക്കേ. തോട്ടത്തിൽ കൊഴുന്തെന്നുള്ളത് പണി തള്ളക്കറിയാലോ. അതങ്ങ് മകളെ പഠിപ്പിച്ചാൽ മതി. തോട്ടം നിരങ്ങി നടക്കുന്നവർക്കൊക്കെ എഞ്ചിനീയർ ആവണം പോലും. വൈദേഹി കരഞ്ഞുപോയി. കൺപീലി മെല്ലെ നനഞ്ഞ മിഴിയോരം കണ്ണീർ തടാകങ്ങളായി മാറി. മാസങ്ങൾ കടന്നുപോയി. വൈഷ്ണവി ഇന്ന് എഞ്ചിനീയറിംഗിന് പഠിക്കുകയാണ്. അവൾ എത്ര പറഞ്ഞിട്ടും അമ്മ കേട്ടില്ല. ആകെയുണ്ടായിരുന്ന 4 സെന്റും വീടും വിറ്റ് മകളെ കോളേജിലേക്ക് അയച്ചു. പണി കഴിഞ്ഞ് സന്ധ്യയാകുമ്പോൾ വൈദേഹി അടുത്തുള്ള അനാഥ മന്ദിരത്തിലെത്തും, തലയൊന്ന് ചായ്ക്കാൻ. പതിവ് പോലെ വൈഷ്ണവിയും കൂട്ടുകാരും കോളേജിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് മടങ്ങുകയായിരുന്നു. പ്രധാന കവാടത്തിനടുത്തെത്തിയപ്പോൾ കറുത്ത കണ്ണട ധരിച്ച തല മുണ്ടനം ചെയ്ത ഒരു ചെറുപ്പക്കാരൻ മുന്നിലേക്ക് കയറി നിന്നു. പേര് വൈഷ്ണവി, റാങ്ക് ജേതാവ്, കൂടാതെ നാട്ടുകാരുടെ മുഴുവൻ കണ്ണിലുണ്ണി. 4 മണിയാകുമ്പോ ലൈബ്രറിയിൽ വന്ന് എന്നെ കണ്ടിരിക്കണം, ഞാൻ കാത്തു നിൽക്കും. വൈഷ്ണവി ഇത് കേട്ട ഭാവം നടിച്ചില്ല. കൂട്ടുകാരികൾ അവളെ ഉപദേശിക്കുകയാണ്. ഇവിടെ സീനിയേഴ്സിനെ റെസ്പെക്ട് ചെയ്യാതെ രക്ഷയില്ല, നീ ചെല്ല്. ഇതൊക്കെ ക്യാമ്പസ് ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്ന് അങ്ങ് കരുതിയാ മതി. അവനൊക്കെ വിളിക്കുന്നിടത്തേക്ക് ചെല്ലാൻ ചില അവളുമാരൊക്കെ കാണും, പക്ഷേ ഈ വൈഷ്ണവി അതിനെ കിട്ടത്തില്ല. ഓരോ അവളുമാര് കോളേജ് കയറി അങ്ങ് നിരങ്ങും. എന്നിട്ട് ചോദിക്കുമ്പോഴോ അതിന്റെ കസിനാടി. പെണ്ണെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സദാചാര ബോധത്തിന്റെ പൂമുട്ടിനെ ആദ്യത്തെ പുഴുക്കുത്തേൽപ്പിക്കുന്നതും ഈ കസിന. അവനെ ഞാൻ നേരത്തെ മനസ്സിലാക്കിയതാ, രാമനാഥനെ. ക്യാമ്പസിൽ കഞ്ചാവ് വിൽപ്പനയാണല്ലോ അവന്റെ ജോലി. പാവപ്പെട്ട പെമ്പിള്ളേരെ ചതിയിൽപ്പെടുത്തി ചില റാക്കറ്റുകൾ കൈമാറുകയാ അവന്റെയും കൂട്ടരുടെയൊക്കെ ഹോബി. അവൻ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ലോക്കൽ ഗാർഡിയൻ ആണെന്ന് പറഞ്ഞു വരുന്നത് ആരാ? മാഫിയ തലവൻ ശിവദാസ്. തൽക്കാലം ഈ വൈഷ്ണവിക്ക് സൗകര്യമില്ലെന്നങ്ങ് പറഞ്ഞുതരും. പിറ്റേന്ന് കോളേജിലെ പൂന്തോട്ടത്തിലേക്ക് രാമനാഥൻ അറ്റൻഡറെ വിളിച്ചു. വാസുവേട്ടാ, വാസുവേട്ടാ, ഒന്നിങ്ങ് വന്നേ, ഇത് വെച്ചോ, 1000 രൂപയുണ്ട്. എന്നിട്ട് ആ ലൈബ്രറിയുടെ താക്കോൽ ഇങ്ങോട്ട് താ. വൈകുന്നേരം പൂട്ടി താഴെ കടയിൽ കൊടുത്തേക്കാം. പുതിയൊരു പുസ്തകം വന്നിട്ടുണ്ട്, അതൊന്ന് വായിക്കണം. വായിച്ചോ, പക്ഷേ ഈ വാസുവിന്റെ പണി കളഞ്ഞേക്കരുത്. അറിയാലോ, കഴിഞ്ഞ തവണ 6 മാസമാ ഈ വാസു വീട്ടിലിരുന്നത്. വാസുവേട്ടനെ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? വാസുവേട്ടാ, എന്റെ അച്ഛനാണെങ്കിൽ അമേരിക്കയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. എത്രയാ ശമ്പളം? 5 ലക്ഷം രൂപ. അമ്മയാണെങ്കിൽ അയർലൻഡിൽ നേഴ്സ്, 2 ലക്ഷം കിട്ടും. ഇതൊക്കെ ഈ ഒറ്റപുത്രന്റെ അക്കൗണ്ടിലേക്കല്ലേ വന്ന് വീഴുന്നത്. ഇനി ഈ പണി പോയാൽ ശമ്പളം വാസുവേട്ടന്റെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നിരിക്കും ഈ രാമനാഥൻ. പിന്നെ അന്നത്തെ കേസിന് മണിക്കൂറിന് 2 ലക്ഷം മേടിക്കുന്ന കൃഷ്ണകൃപാതിരി ഡൽഹിയിൽ നിന്ന് പറന്നു വന്നാ ബാധിച്ചത്. സുപ്രധാന പോയിന്റുകളൊക്കെ വിട്ടുകളയാൻ അവളുടെ വക്കീലും എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു 50,000. പിന്നെ മെഡിക്കൽ റിപ്പോർട്ട് അത് വലിച്ചു കീറി കഞ്ചാവിന് രാമനാഥൻ ഈ ക്യാമ്പസിൽ വിറ്റു. എന്നിട്ട് ആമ്പിള്ളേരെ കൊണ്ട് നല്ല ഒരെണ്ണം എഴുതി ഉണ്ടാക്കി കോടതിയിൽ കൊടുപ്പിച്ചു. പിന്നെ ഒരു പീറപ്പെണ്ണ് ഈ ക്യാമ്പസിൽ കിടന്ന് ബലാത്സംഗം എന്ന് കൂകിയിട്ട് എന്താ കാര്യം? ഇന്ത്യൻ കറൻസിക്ക് വിലയുണ്ടെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം നാട് രാമനാഥന്മാർ ഭരിക്കും. അന്ന് വൈകിട്ട് പ്രിൻസിപ്പലിനെ കാണണമെന്ന വൈഷ്ണവി അല്പം താമസിച്ചു പോയി. ലൈബ്രറി വരാന്തയിലൂടെ പുറത്തേക്ക് നീങ്ങുമ്പോൾ ബലിഷ്ഠമായ ഒരു കൈ അവളുടെ തോളിൽ വന്ന് വീണു. ഞാൻ വരാൻ പറഞ്ഞിട്ട് നീ വന്നില്ല അല്ലേ? പക്ഷേ എനിക്ക് കാണാതിരിക്കാൻ പറ്റുമോ? ഞാൻ ഈയിടെ നല്ല ഒരു ഫോട്ടോ എടുത്തായിരുന്നു, നീ ഇതൊന്ന് നോക്കിക്കേ. രാമനാഥന്റെ മൊബൈൽ ഫോണിൽ തന്റെ ചിത്രം, വിവസ്ത്രയായ തന്റെ ചിത്രം. ഇത് ഇന്റർനെറ്റിൽ കയറി അങ്ങ് പോകും. എന്നിട്ട് www.vaishnavi.com എന്ന് അടിച്ചു കൊടുത്താൽ നീ പിറന്ന കോലത്തിൽ അങ്ങ് ഇറങ്ങി വരും. പിന്നെ കോളേജ് പിള്ളേരുടെ മൊബൈൽ ഫോണിൽ
നീ പറന്ന് നടക്കും, ബ്ലൂടൂത്ത് വഴിയും വാട്സപ്പ് വഴിയൊക്കെ. കുടുങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായി. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ തീരൂ. വൈഷ്ണവി ഒരു നിമിഷം ചിന്തിച്ചു പോയി. രാമനാഥ, കൈയെടുക്ക, കൈയെടുക്ക, കൈയെടുക്ക. പ്രതീക്ഷിക്കാത്ത പ്രകാരം രാമനാഥൻ സ്തംഭിച്ചു പോയി. അവൾ ഓടി, പക്ഷേ എങ്ങും എത്തിയില്ല. രാമനാഥന്റെ ആജ്ഞാനവൃത്തികൾ അവളെ ലൈബ്രറിയിൽ ഇട്ട് പൂട്ടി. കഴുകന്മാരുടെ നഖമുന കയറി കരളു പിളർന്നലർന്നുരബോധം, വെട്ടക്കാരുടെ കയ്യിൽ പ്രാണനെ യാചിക്കുവാൻ പേട പോൽ. കഴുകന്മാരുടെ നഖമുന കയറി കരളു പിളർന്നലർന്നുരബോധം, വെട്ടക്കാരുടെ കയ്യിൽ പ്രാണനെ യാചിക്കുവാൻ പേട പോൽ. പിറ്റേന്ന് തോട്ടത്തിലേക്ക് മാനേജറിന്റെ സെക്യൂരിറ്റി ഓടി വന്നു. ഓ വൈദേഹി, മാനേജർ ബുല, ജൽദി ആവോ. വൈദേഹിക്കൊന്നും മനസ്സിലായില്ല. കൂട്ടത്തിൽ നിന്ന് പെൺകുട്ടി പറഞ്ഞു, മാനേജർ വിളിക്കുന്നു, ചെല്ലാൻ. വൈദേഹി, ഇന്ന് കാലത്ത് പ്രിൻസിപ്പൽ വിളിച്ചിരുന്നു. വൈഷ്ണവിക്ക് നല്ല സുഖമില്ല. മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. നീ വേഗം ഡ്രസ്സ് മാറി വന്നോളൂ, എൻ്റെ വണ്ടിയിൽ പോകാം. മെഡിക്കൽ കോളേജിനെ ലക്ഷ്യമാക്കി ഒരു കോളിസ് പറക്കുന്നു. മണിക്കൂറുകൾക്കൊടുവിൽ ഭീമാകാരമായ കെട്ടിട സമുച്ചയത്തിന് മുമ്പിൽ അത് നിന്നു. സാറേ, ഏത് മുറിയില്ല? അദ്ദേഹം മുന്നിലേക്ക് കയറി നടന്നു. അല്പം അകലെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ചെറിയൊരു കെട്ടിടത്തിന്റെ പഴകിയ ബോർഡ് വൈദേഹി വായിച്ചു. മോർച്ചറി. അന്ന് വൈകിട്ട് 5 മണിക്ക് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന വൈഷ്ണവിയുടെ മൃതദേഹത്തിൽ ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. നിറ കണ്ണുകളോടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രഥമ പൗരൻ അനുശോചനം അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു പ്രസംഗത്തിനിവിടെ പ്രസക്തിയില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ചില സത്യങ്ങൾ തുറന്നു പറയാതിരിക്കാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. വൈഷ്ണവിയുടെ മരണകാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ പറയാൻ കഴിയും. നിർഭാഗ്യമെന്ന് പറയട്ടെ, മരണകാരണം മറച്ചു വെക്കാനും കുറ്റവാളികളെ രക്ഷപ്പെടുത്താനുമുള്ള ഒരു മാർഗമായി കഴിഞ്ഞിരിക്കുന്നു ഈ മെഡിക്കൽ റിപ്പോർട്ടുകൾ. നിത്യവും നികൃഷ്ടവുമായ കുറ്റകൃത്യങ്ങളെ റാഗിംഗ് എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുന്ന പ്രക്രിയയ്ക്ക് അറുതി വരുത്തിയേ തീരൂ. കുട്ടികളെ ക്യാമ്പസിൽ കുടിയിരുത്തി വിദേശത്തേക്ക് പറക്കുന്ന മാതാപിതാക്കൾ അറിയുന്നില്ല, അവരുടെ കുട്ടികൾ ഈ ക്യാമ്പസിന് മാത്രമല്ല ഈ സമൂഹത്തിന് തന്നെ ശാപമായി തീരുന്നുവെന്ന സത്യം. ഏതോ ഒരു രാമനാഥനെതിരെ കേസ് എടുത്തിട്ടുണ്ടെന്നാണ് കേട്ടത്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. വൈഷ്ണവിക്ക് ആദരാഞ്ജലികൾ. വിലാപയാത്ര ശ്മശാനത്തിലേക്ക് പുറപ്പെടുകയാണ്. ജനക്കൂട്ടത്തിന്റെ ഹൃദയത്തിൽ ഒരേ ഒരു വികാരം മാത്രം. ഇല്ല, നീ മരിക്കില്ല സോദരരാം ഞങ്ങൾ തൻ ഹൃദയത്തിൽ നീ നിത്യം ജീവിച്ചിടും. കറയറ്റ സ്നേഹത്തിൻ പൂത്താലങ്ങളിൽ നൽകുന്നോരായിരം ബാഷ്പാഞ്ജലികൾ. പൂജകളില്ലാതെ, മന്ത്രധ്വനികളില്ലാതെ അഗ്നിനാളങ്ങൾ അവളെ ഏറ്റുവാങ്ങി. വൈഷ്ണവി ഒരു ഓർമ്മ മാത്രമായി. ഒരു വർഷം പെട്ടെന്നാണ് കടന്നുപോയത്. ഇന്ന് വൈഷ്ണവി വധക്കേസിന്റെ വിധി പ്രഖ്യാപിക്കുകയാണ്. 140 പേജുള്ള വിധിവാചകത്തിന്റെ അവസാന ഭാഗം ജഡ്ജി ഇങ്ങനെ വായിച്ചു. ആയതിനാൽ വൈഷ്ണവിയെ പ്രതിയായിട്ടുള്ള രാമനാഥൻ കൊലപ്പെടുത്തി എന്ന് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ലാത്തതിനാൽ സംശയത്തിന്റെ ആനുകൂല്യം നൽകി പ്രതി രാമനാഥനെ ഈ കോടതി വെറുതെ വിടുന്നു. വിധി കേട്ട് വൈദേഹിയുടെ മുഖത്ത് ഭാവഭേദങ്ങളില്ല. പത്രക്കാരോട് മറുപടി പറയാൻ നിൽക്കാതെ അവൾ പോയി കഴിഞ്ഞിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞു കാണും. ജഡ്ജിയുടെ ചേംബറിലേക്ക് ഒരു സ്ത്രീ ഓടിക്കയറി വന്നു. ദേഹമാസകലം ചിതറി വീണ രക്തത്തുള്ളികൾ. ജഡ്ജി അവളെ തിരിച്ചറിഞ്ഞു. വൈദേഹി. ബഹുമാനപ്പെട്ട കോടതി എന്നോട് ക്ഷമിക്കണം, ഞാൻ അവരെ കൊന്നു. രാമനാഥനെ വെട്ടി കൊന്നു. പാവപ്പെട്ട പെൺപിള്ളേരുടെ മാനത്തിനും ജീവനും വിലയുണ്ടെന്ന് മനസ്സിലാക്കാത്തവർ ഇവിടെ ജീവിക്കണ്ട. ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. തെളിവില്ലെന്ന് പറഞ്ഞ് എന്നെയും വെറുതെ വിടരുത്. തൂക്കിക്കൊല്ലണം.
വിലങ്ങിട്ട കൈകൾ മടിയിൽ വെച്ച് വിദൂരതയിലേക്ക് കണ്ണു നട്ടിരിക്കുമ്പോൾ വൈദേഹി ഓർത്തുപോയി. ദുഃഖങ്ങളോടും ദുരിതങ്ങളോടും പൊരുതി ജയിച്ചവൾ വൈഷ്ണവി. കണ്ണീർ തുള്ളിയിൽ തൂലിക മുക്കി വിജയത്തിൻ ഗീതം രചിച്ചവൾ വൈഷ്ണവി. പ്രിയമുള്ളവരെ, എൻ്റെ വൈഷ്ണവി നിങ്ങളുടെ ഏവരുടെയും ഓർമ്മയിലുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.